ഹലോ ഗഡീസ്, ഇത് നമ്മളെ ഗുരുവായൂർ യാത്ര കേട്ടോ. ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു. 5:30 ഇറങ്ങുമ്പോൾ അങ്ങനെ 5:30 കയറി. ഞങ്ങളെല്ലാവരും ഇതങ്ങനെ പോയിക്കൊണ്ട് ആക്റ്റീവാണ് എല്ലാവരും, കാരണം കയറിയിട്ടേ ഉള്ളൂ. ഞങ്ങളത് വെളിച്ചൊക്കെ ഗുരുവായൂർ എത്താനായി. ഇപ്പം ഞങ്ങൾ ഗുരുവായൂർ എത്താനായിരിക്കുന്നു. സൂര്യനൊക്കെ അത് ഉദിച്ച് വരുന്നു. എല്ലാവരും ഒന്ന് ഉറങ്ങി എണീച്ച മാതിരി അയക്കുന്നു. ഗുരുവായൂർ എത്താനായിരിക്കുന്നു. അങ്ങനെ ഗുരുവായൂർ എത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി, കിഴക്കേനടയിലാണ് വണ്ടി നിർത്തി. ഇവിടുന്ന് ചായ കുടിച്ച് ദർശനത്തിന് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ചായ കുടിച്ച് ഉള്ളിലേക്ക് പോവാം. ഞങ്ങൾ ദർശനത്തിന് വേണ്ടി പോയി. നല്ല ലൈനായിരുന്നു. 2 മണിക്കൂറുള്ള ലൈൻ നിൽക്കുന്ന അവിടെ. എന്നാലും ദർശനമൊക്കെ സുഖമായിട്ട് കിട്ടി. ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിനെക്കൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല. ദർശനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത്, അളിയന്മാർ ഫോട്ടോ എടുത്ത് എല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തേക്കുന്നത്. കാരണം അതാ ഞങ്ങൾ ആ ചുമർ ചിത്രത്തിൻ്റെ അവിടെ നിന്നൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. എല്ലാവരും കൂടി ആദ്യമായിട്ട് തന്നെ ഗുരുവായൂർ ഒന്ന് പോണത്. അങ്ങനെ എല്ലാവരും ഗുരുവായൂർ നിൽക്കുന്ന സമയത്ത് മമ്മിയൂർ പോകണമെന്ന് വെച്ചു. മമ്മിയൂരൊക്കെ ഇങ്ങനെ പോകണം. തത്രപ്പാടിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ട് ഒരാളിതാ പോണ്. എന്താ രസമല്ലേ. അങ്ങനെ മമ്മിയൂരെത്തി. ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ വണ്ടി കരുതി സ്നാക്സൊക്കെ എല്ലാവരും എടുത്ത് കഴിച്ച് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോവാട്ടോ. പാട്ടൊക്കെ വെച്ച് പോയി. അങ്ങനെ ആനപ്പന്തിയിലേക്കാണ് ആനപ്പന്തിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ആനപ്പന്തി എത്തിയത് ഫസ്റ്റ് ആളെ തന്നെ ഞങ്ങൾ കാണുന്ന അവിടെ നിന്ന്. എന്താണ് എല്ലാവരും കണ്ട ഇതൊന്നല്ല രസം. ഒരാൾ ഞങ്ങളെ കണ്ട പാടാനുണ്ട്. അവിടുന്ന് നല്ല ഡാൻസ് ചെയ്യണി. അതാണ്ട് മൂപ്പരാളെന്താ ഡാൻസ്, എന്താ രസമല്ലേ. കൊമ്പും തുമ്പിക്കൈയും അതിൻ്റെ മുന്നും തന്നെ ഫോട്ടോസും. ഈ ആനേനെ നോക്കി നിങ്ങൾ, എന്ത് രസമാണ്. ചെറിയ ആളാണ്. ഈ പേരറിയില്ല കേട്ടോ, അത് ചോദിക്കാൻ മറന്നേ. അകപ്പാടെ അറിയുന്ന ഇന്ദ്രസേനെ മാത്രമേ അറിയുള്ളൂ. അയാളെ ചോദിച്ചപ്പോൾ അയാളെന്നാൽ അവിടെ ഇല്ല എന്താനും. പിന്നെ ഒരാളതാ എല്ലാവരും കൂടി കുളിപ്പിക്കുന്നത്. മൂപ്പരത് അവിടെ ഇങ്ങനെ എന്താ ചൂടത്ത് ഇങ്ങനെ തേച്ചൊരച്ച് കുളിപ്പിച്ച് അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അവിടെ നിന്നൊക്കെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇറങ്ങുന്നിടത്തേക്ക് എത്താനായി. അവിടെ ഒരു ആലിൽ വള്ളി തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ പിടിക്കാൻ വേണ്ടി പാഞ്ഞതാണ് ഇപ്പോൾ ഇവതാ ഓടിക്കുന്ന അങ്ങോട്ട്. ഇവനെ ഓടിയതാ സുട്ടു അതാണ്ട് എടുത്ത് പൊന്തിച്ച് നിന്ന്. ഒരാളതാണ്ട് കാശീനെ പിടിച്ച് പൊന്തിക്കേണ്ട ഒരാൾ. പിന്നെ അവിടെ നിന്നൊക്കെ അതാണ്ട് 2-3 ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്ത്. പിന്നെ നേരെയുള്ളത് കാടാമ്പുഴ. പിന്നെ ഉള്ളിൽ ഫോണുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതൊക്കെ അവിടെ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള പോക്കാണ് കാണുന്നത്. അങ്ങനെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം കഴിഞ്ഞ് ഇനി ഫുൾ എൻജോയ്മെൻറ്റാണ്. ഈ എൻജോയ്മെൻറ്റ് ഇനി വീട് എത്തുന്നവരെ എൻജോയ്മെൻറ്റ് തന്നെ. ഈ വീട് എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അത്ര ഡ്രൈവറായിട്ട് വളരെ മെല്ലെ വന്നു. എന്നാലും ഞങ്ങൾ വീട് എത്തിയത് അറിഞ്ഞില്ല. ഫുൾ എൻജോയ്മെൻറ്റ് തന്നെ. ആർക്കൊരു ക്ഷീണമോ കുഴക്കമോ അങ്ങനത്തെ ഒരു കാര്യമില്ല. പോവാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ വണ്ടി പോകണ്ട. പുതിയ വണ്ടിയായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾ എന്തോ പോയത് കൊണ്ട് പുതിയ വണ്ടിയായിരുന്നു. ഇത്ര ഞങ്ങൾ വീട് എത്താനായിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് എല്ലാവരും കൂടെ കൂട്ടണേ.